അപ്പോൾ നമസ്കാരം കേട്ടോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് പുറകിലേക്ക് പോയൊരു കഥ പറയാം. കഥയെന്നല്ല, ജീവിതത്തിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി പറയാം. അപ്പോൾ നമ്മൾ അപ്പുക്കുട്ടനെ സേഫായിട്ട് നിർത്തട്ടെ. എവിടെ നിർത്തിയാലും അവൻ പുറകെ വരും. പനി വന്നതുകൊണ്ടേ 2-3 ദിവസമായിട്ട് പുറത്ത് പോകാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ എന്നാൽ പനി കുറയുകയും ചെയ്തു. ബോഡി പെയിനാണ് നന്നായിട്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് സമയം പാഴാക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എന്തായാലും ഒരു ചൂല ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. മഴ പെയ്യുന്ന സമയമാകുമ്പോഴേക്ക് ചൂല് റെഡി, ഓല റെഡി, എല്ലാം റെഡി. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ 50 പൈസയാണ് ഈ ഒരു ഓലത്തണ്ടിന് കേട്ടോ. അപ്പോൾ 50 പൈസ ഒന്നും കൊടുക്കാനില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഉച്ച സമയത്തൊക്കെ നമ്മൾ കുട്ടികളെയൊക്കെ കടത്തിയിറക്കി മെല്ലെ പോയിട്ട് ഓലയൊക്കെ എടുത്തിട്ട് വരും. അങ്ങനെയൊക്കെ ഒരു കാലം. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഓലയൊക്കെ വെട്ടി. അപ്പോൾ കുട്ടനും കൂടെ ഉണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങൾ രണ്ടാളും ഓലയൊക്കെ വെട്ടി ചൂലൊക്കെ റെഡിയാക്കാനുള്ള ശ്രമമാണ്. ഇന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളോട് ഓലയെന്ന് വെട്ടാൻ പറഞ്ഞാൽ കുട്ടികൾ പറയും അതൊക്കെ വേണമെങ്കിൽ പോയി ചെയ്തോളൂ പറയും. കാരണം അവർക്ക് അതൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു പരിപാടിയാണ്. ഓല വെട്ടലും ചൂലാക്കലും ചൂല് ചെയ്യുന്നില്ല. ആ പൈസ ഉണ്ടെങ്കിൽ, ആ സമയം ഉണ്ടെങ്കിൽ കടയിൽ പോവുക, 100-200 രൂപ കൊടുത്ത് ചൂല് വാങ്ങുക, എളുപ്പമായില്ലേ. പക്ഷെ നമുക്ക് ഒന്നിനും വയ്യാണ്ട് നമ്മൾ ചുമ്മാ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. ചൂലിന് ചൂലുമാവും, ഓലയ്ക്ക് ഓലയാവും. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കാലിട്ട് തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. ഓല വീഴുമ്പോൾ പെറുക്കി അപ്പുറത്തേക്ക് ഇടും. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയം ഇങ്ങനെ ചെയ്താൽ അത്രയും സമയം നമുക്ക് മഴക്കാലത്ത് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? നാട്ടുമ്പുറത്തൊക്കെ സ്വാഭാവികമായി ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എല്ലാവരും. സമയം കിട്ടുന്ന സമയത്തൊക്കെ ഇതൊക്കെ തന്നെ പരിപാടി. ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ എല്ലാം നിങ്ങളൊന്ന് ചെയ്തോളൂ. എന്നാൽ നമുക്ക് ഇതുപോലത്തെ ചെറിയ വീഡിയോസൊക്കെയാണ് വരുന്നത്. വീഡിയോ എടുക്കാൻ കുട്ടികളെല്ലാവരും ഒത്തുകൂടുമ്പോൾ നമുക്ക് ട്രാവലിംഗ് വീഡിയോ ഒക്കെ വരാം. അതിൻ്റെ ഇടയിൽ ഞങ്ങളിത് ഓലയൊക്കെ വെട്ടിക്കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഓർമ്മ വന്നത് എന്താ വെച്ചാൽ, ഒരു 50 പൈസ എടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കിട്ടാൻ പറ്റാത്തൊരു കാലം. ആ ഒരു കാലത്തേക്ക് ഞാൻ എങ്ങനെ പോയിട്ട് ഓലയൊക്കെ ചീന്തി റെഡിയാക്കി. ഇന്നിപ്പോൾ വേണ്ട കേട്ടോ, നമുക്ക് ഇന്ന് വേണ്ടെന്നല്ല, അനുഭവിച്ചവർക്ക് ആ ഓലയൊന്നും തട്ടി നീക്കി കളയാൻ തോന്നില്ല. പണ്ട് കാലത്തുള്ള അവസ്ഥകളൊക്കെ അങ്ങനെ. എന്തായാലും ചൂല് നമ്മൾ എളുപ്പം നോക്കുകയാണ് കേട്ടോ. 2-3 ഓലയൊക്കെ എടുത്തിട്ട് ചറപറ ചീന്തി നോക്കുന്നുണ്ട്. പക്ഷേ നൈസായിട്ടുള്ള ഇറുക്കൽ കൊണ്ട് പൊട്ടി പോവുക. എന്തായാലും ചൂല് റെഡിയാക്കാനുള്ള ശ്രമമാണ്. ഇങ്ങനെ നിങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇടുക, ആ വീഡിയോ ഒന്ന് കാണുക ഫുള്ളായിട്ട്. നിങ്ങളൊന്ന് പ്ലീസ് സപ്പോർട്ട് തരിക. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വലിയ എന്താ പറയുക, ക്ലിയറായിട്ടോ അല്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ള വീഡിയോസൊന്നും എടുത്ത് എഡിറ്റ് ചെയ്യാനൊന്നും എനിക്കറിയില്ല. അറിയുന്ന പോലെയൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. തൊണ്ടയ്ക്ക് കുറച്ച് കിച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഒരു വൈറസ് പോലത്തെ ഒരു അസുഖം തോന്നുന്നു, ചുമ, പിന്നെന്താ ജലദോഷം, പനി വന്ന് പോയി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ബോഡി പെയിനും വരികയാണ്. അനങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇനി എന്താ ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ, ആ കാലം അങ്ങനെ ഓർത്ത് ഓലയൊക്കെ ചീന്തി റെഡിയാക്കി കേട്ടോ. 2-3 ചൂലൊക്കെ ഉണ്ടാക്കി. ഈ ഒരു ചൂല് മാത്രമല്ല, ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ? നാട്ടിൻപുറത്തല്ലാത്ത ആളുകൾക്കും ഉണ്ടാവും. പുറത്തൊക്കെ പോയി നമ്മുടെ വീഡിയോ കാണുന്നവർക്കും ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കാം ഒരു പക്ഷേ. അങ്ങനെ ഈ മിറ്റമൊക്കെ നമുക്ക് അടിക്കാൻ നല്ല സുഖം കേട്ടോ. വേനൽക്കാലമല്ലേ ഒന്നാമത്തെ കാര്യം. പിന്നെ പുറത്തിരിക്കില്ല, അമ്മമാര് ചൂടാണ്. അപ്പുക്കുട്ടൻ്റെ കുറച്ച് വികൃതിയും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അവനൊന്നും ചെയ്യാൻ നമ്മളെ സമ്മതിക്കില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തൊണ്ടയ്ക്ക് ഒരു പിടുത്തമുള്ളത് കൊണ്ടാണ് നമ്മുടെ ഒരു ഇത് വരുന്നത് കേട്ടോ, വോയിസിന് സ്ക്രാച്ച് വരുന്നത്. എന്തായാലും നമ്മുടെ ചൂല് റെഡി. അടിപൊളി ചൂല് നൈസായിട്ട് ചീന്തി സമയം എടുത്തിട്ടാണെങ്കിലും നല്ല ഒരു സ്മൂത്തായിട്ടുള്ളൊരു ചൂല് കിട്ടി. അങ്ങനെ ചൂലൊക്കെ ഒന്ന് കെട്ടട്ടെ. ഇനി ഒപ്പം വെട്ടണം കേട്ടോ അത്. പക്ഷെ ഞാൻ ചൂല് ഇങ്ങനെയൊക്കെ കെട്ടുക. സ്വാഭാവികമായിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ ചരടും കൊണ്ടൊക്കെ കിട്ടും എല്ലാവരും വൃത്തിയിലൊക്കെ. ഞാനിങ്ങനെ കെട്ടും, അടിക്കും, തേയുമ്പോൾ അടുത്ത ചൂലുണ്ടാക്കും. ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. ഇങ്ങനത്തെ ആക്ടിവിറ്റിയൊക്കെ ഉള്ള ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും അല്ലേ? അതാണ്. അപ്പോൾ എൻ്റെ പ്രശസ്ത പനി ഞാൻ 2-3-4 ചൂല് ഇരുന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ചൂലേ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളൂ. അങ്ങനെ
ബാക്കിയുള്ള ഓലയുടെ വേസ്റ്റൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇനി നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് ഇനി ഇതുപോലെ പനി വരാതിരിക്കട്ടെ, എന്നാലും നമ്മുടെ ഫ്രീ ടൈമിൽ നമുക്ക് ചൂലുണ്ടാക്കാം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം കേട്ടോ. ചെറിയ വീഡിയോ അല്ല, ഇന്ന് കുറച്ച് ലോങ് വീഡിയോ ആണ്. ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്ക്. എൻ്റെ ഒരു കുറച്ച് കാലത്തെ ഹിസ്റ്ററിയും കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്താനുണ്ട്. അത് വരും വഴിയെ. ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ്. കാര്യം നമ്മുടേതായ കുറേ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മളെ അറിയുന്ന ആളുകൾ എന്താ പറയുക, നമ്മളെ കാണുമ്പോൾ ഒരു വിഷമം, നമ്മളോടൊരു സഹതാപം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും അവരുടേതായ ജീവിതത്തിൽ മാറ്റങ്ങളും അനിവാര്യമാണ് അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.